ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിരിക്കണം വ്ളോഗ്സൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഈ ജാനുവരി 25-ലെ, അതായത് 2025 ജാനുവരിയിലെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്ന് ഉണ്ണിയുടെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാട്ടോ ഇന്നത്തെ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു 10 ദിവസമായിട്ട് എൻ്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഒരു ക്രിസ്മസിന് മുൻപായിട്ട്, ലാസ്റ്റ് 2 വെനസ്ഡേയുടെ മുൻപായിട്ട്, ക്രിസ്മസിന് മുൻപായിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ കിട്ടി. അതിന് തൊട്ട് എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. അതിന് തൊട്ട് എനിക്ക് വ്ളോഗ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ പ്ലാൻ ചെയ്യും, പക്ഷേ എനിക്ക് നൈറ്റ് ആകുമ്പോഴേക്കും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവുക. ഞാൻ മാക്സിമം നൈറ്റാണ് ഞാൻ ഇതിനൊക്കെ ആയിട്ടിരിക്കാറ്, പക്ഷെ എനിക്ക് ഒന്നിനും പറ്റാറില്ല. ഇപ്പോഴും ഹെൽത്ത് ഓക്കെ അല്ല. എന്നാലും ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ എന്തായാലും വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ലാസ്റ്റ് ഉണ്ണിയുടെ 28-ന്, അതായത് ഡിസംബർ 28-ന് ഉണ്ണിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അന്നും വ്ളോഗ് എടുത്തിരുന്നു, പക്ഷേ അത് ഞാൻ അതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ ഞാൻ അതും കൂടി പിറന്നാളിൻ്റെയും ബർത്ത്ഡേയുടെ ഒരുമിച്ചായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ ആരുമില്ല, ചേട്ടനും അമ്മയും ഉണ്ണിയൊക്കെ കൂടി അമ്പലത്തിൽ കൊടുക്കുകയാണ്. എനിക്ക് പോകാൻ പറ്റില്ല. ആസ് യൂഷ്വൽ ഒരു നല്ല ദിവസമായപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമെന്ന് പറയണത് കിട്ടി. എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്, പ്ലസ് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പീരീഡ്സ് ആയപ്പോൾ തൊട്ടിട്ട് പനിക്കാണ്, അങ്ങനെ പറയണതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് നല്ല ദിവസം ഉണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് കിട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. അന്നത്തെ ദിവസം കൊള്ളാവാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് പോയി, പിറന്നാൾ പോയി, ന്യൂ ഇയർ പോയി, ബർത്ത്ഡേ പോയി, എല്ലാം പോയി കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെയും ഈ ഒരു വർഷത്തെയും. എനിക്ക് മാത്രമുള്ള ഒരു എന്താ പറയുക, ഒരു പരിപാടിയാണോ അതോ ഒരു കലാപരിപാടിയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്തുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് സ്പോയിലായിരിക്കും. ഇപ്പോൾ ഇതുവരെ ഇത് 10 ടൈമൊന്നും ആയിട്ടില്ല, 8 മണി ആയിട്ടുള്ളൂ. അതുവരെ വലിയ കുഴപ്പമില്ല. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇന്ന് എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ലെങ്തി വീഡിയോ, ഞാൻ ഇതെങ്കിലും ഒന്ന് ലെങ്തി വീഡിയോ ആയിട്ടാണ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു 80 മിനിറ്റെങ്കിലും വീഡിയോ ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം ഞാൻ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ അറൗണ്ട് ഒരു 9 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതും ഒരു 9 മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 18 മിനിറ്റ് എടുക്കും. നന്നായിട്ട് ആഗ്രഹമുണ്ട്, കാരണം ജനുവരിയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ലെങ്തി വീഡിയോ ആണ്, നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് അതായി കിട്ടിയാൽ മതി. ഇപ്പോൾ കുറച്ച് നേരം അവർ പോയിക്കഴിഞ്ഞാൽ, ഉണ്ണിയൊക്കെ പോയിക്കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കാമെന്ന് കരുതി. പക്ഷേ കൊച്ചു മാമി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിനി അവർ പറഞ്ഞേക്കാട്ട് മുന്നേ പോയി കുളിക്കണം. കുളിച്ചിട്ട് കിച്ചണിൽ ടിഫിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്, അത് സെറ്റാക്കണം. ഉണ്ണികളെ താഴ്ത്തു കൊണ്ടിടണം. ഉണ്ണികൾക്ക് രാവിലത്തെ ഫീഡ് ചെയ്യണം. കുറച്ച് ടൈമുണ്ട്, ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജാനുവരി ഇപ്പോൾ നല്ല കാറ്റാണല്ലോ. നല്ല കാറ്റായതുകൊണ്ട് തന്നെ നൈറ്റ് എനിക്ക് ഫുള്ള് ഞാനിങ്ങനെ ഇരുന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നാമത് തണുപ്പ് പറ്റില്ല, ചൂടും കൂടുതലായി എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് തണുപ്പാണ് ഇഷ്ടം, എന്നാൽ കൂടി എനിക്ക് ഈ ഒരു കാലാവസ്ഥ തീരെ പറ്റണില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് വിറയ്ക്കുക, സ്വെറ്റർ എടുത്തിടുക, എന്തൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് എനിക്ക് ഒരു പിടുത്തില്ല. എനിക്ക് തണുപ്പ് തീരെ പറ്റണില്ല. അങ്ങനത്തെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതായത് ക്രിസ്മസിൻ്റെ ടൈമിൽ എനിക്ക് ഫുഡ് പോയ്സൺ കിട്ടി. അത് അങ്ങനെ എടുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ സമയത്ത് എൻ്റെ കണ്ണ് ഇങ്ങനെയായിരുന്നു കണ്ണ്. കാരണം കണ്ണിൽ എന്തോ ഒരു പ്രാണി എന്തോ പോയിട്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. കുളിക്കണം, കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞില്ലേ അവർ വരണേക്കാട്ട് മുൻപ് കുറച്ച് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ഉണ്ണി ഇനിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രമാത്രം പരിപാടികളൊന്നും നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞ 5 മിനിറ്റ് ആവുമ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും തോന്നുന്നില്ല. സ്റ്റോറേജിൻ്റെ പ്രശ്നം വീണ്ടും കാണിക്കുന്നുണ്ട്. നേരത്തെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റക്കായി സ്റ്റോറേജിൻ്റെ പ്രശ്നം വന്നു. കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും എടുക്കേണ്ടത്. എന്തായിരിക്കും എന്ന് അറിഞ്ഞൂടാ, പകുതിക്ക് വെച്ച് നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് ചെയ്യണം. ഞാൻ വേഗം പോയി കുളിച്ച് ഉണ്ണികളൊക്കെ കൊണ്ടിട്ട് സെറ്റ് ആവട്ടെ. അല്ലെങ്കിൽ ഇനി വെറുതെ ടൈം വേസ്റ്റ് ആവും. തിക്കും തിരക്കൊന്നുമില്ല, എന്നാലും ഉണ്ണികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല വാശിയായിരിക്കും. അതിൻ്റെ ഒരു ഇതൊക്കെയുള്ളൂ. അപ്പോൾ വേഗം പോയി കുളിച്ചിട്ട് വരാം. രാവിലെ ഏൻ്റെ ഉടനെ തന്നെ ഉണ്ണീനെ കുളിപ്പിച്ചൊരുക്കി അമ്പലത്തേക്ക് അമ്മേൻ്റെയും ചേട്ടൻ്റെയും കൂടെ പറഞ്ഞ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഓടുന്നേ
അപ്പൊ അയ്യോന്ന് ഞാൻ തുറന്നാ അവൻ അങ്ങോട്ട് കിടക്കും. ഇത് തുറക്ക്, ഗേറ്റ് തുറക്ക്. ഹലോ ഹലോ, ആരാണ് കിടന്നുറങ്ങുന്നത്? ഹലോ, അമ്മ പൊന്നാണ്. അമ്മ പിടിക്കാട്ടാ, പിടിക്കാട്ടാ. ഞാൻ കുളിച്ച് കഴിയുമ്പോഴേക്കും അവർ അമ്പലത്തിൽ നിന്ന് വേഗം പോയി തിരിച്ച് എത്തിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടിഫിനൊന്നും ആ സമയത്ത് സെറ്റാക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ടിഫിനായിട്ട് നിൽക്കണത്. കൊച്ചു നീന്തി തുടങ്ങിയോടെ എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്, എല്ലായിടത്തേക്കും നീന്തി എത്തുന്നുണ്ട്. ആമി അച്ഛനെങ്കിൽ മുട്ടിൽ പതുക്കെ പതുക്കെ നിന്ന് ആവണുള്ളൂ. കൊച്ചുവാണെങ്കിൽ ചേട്ടൻ എന്തെടുത്തു, അതായത് അവൻ്റെ ചേട്ടൻ എന്തെടുത്തു അതൊക്കെ കൊച്ചുവിന് വേണം. ഉണ്ണി പെണ്ണെടുത്ത് ആ പെണ്ണ് വേണം, ബുക്ക് എടുത്ത് അത് വേണം. ഇപ്പോൾ ഈ ഒരു ഇമേജ് തന്നെ ഉണ്ണി അതുമ്മ എന്തോ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിട്ടുള്ളതാണ്. അപ്പോഴേക്കും കൊച്ചു അതുമ്മ എത്തിയിട്ട് അവൻ്റെ പണിത്തരം തുടങ്ങി. ചേട്ടന് തലേന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റിയില്ല, നേരത്തെ തന്നെ എൻ്റെ അമ്പലത്തിൽ പോയല്ലോ. അപ്പോൾ ആ ക്ഷീണത്തിന് വന്ന് കിടക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ദേവസിൻ്റെ അടുത്തുണ്ട്. ആമി പിന്നെ അവിടെ നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട് ആമിയും അവിടെ കിടക്കുന്നുണ്ട്. എന്തിനാ ഇത്? അമ്മറിയാന അതാ പോയി. അയ്യോ, ആ പോയി. എന്താ ശരി? ഓ ഓ, മതി മതി മതി. ഇവിടെ എന്താ ഇവിടെ കിടക്കണേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ചേട്ടനുണ്ട് ഇവിടെ. ഒരു 10:30 ആകുമ്പോഴേക്കും നമുക്ക് ഫുഡ് എത്തിയിരുന്നു. ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ടോ. ഫുഡ് എത്തി, വേഗം തന്നെ കഴിക്കണ്ടായി. ചേട്ടന് 11 മണിയാകുമ്പോഴേക്കും തിരിച്ച് ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞു. എന്തോ പെട്ടെന്നൊരു ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് വരലും കഴിക്കലൊക്കെ പെട്ടെന്നായി. ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഉണ്ണിനെ നടി വെച്ചിട്ട് അപ്പുറത്തും ഇരുന്ന് കഴിക്കാമെന്നൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു, താഴ്ത്തിരുന്നിട്ടൊക്കെ. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. സദ്യ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് തരം കറികളും പിന്നെ പായസം 2 തരം ഉണ്ടായിരുന്നു. സേമിയ പായസമല്ല, എന്താ പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ 3 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. സദ്യ എന്തായാലും അടിപൊളിയായി ഉണ്ടായിരുന്നു. പരിപ്പ് പായസത്തിൻ്റെ ഫാനല്ല ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി എടുത്തുള്ളൂ. എനിക്ക് സേമിയ പായസം സേമിയല്ല, പാലട എനിക്കിഷ്ടമാണ്. എന്നാലും എനിക്ക് മധുരം കൂടുതലായി കഴിഞ്ഞ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഈ പാൽപ്പായസം ഞാൻ കുടിച്ചു, കാരണം അതിൽ മൈൽഡായിട്ടുള്ളൂ മധുരവും കാര്യങ്ങളൊക്കെ. ഉണ്ണിക്ക് പക്ഷേ പായസം ഭയങ്കര ഇഷ്ടമാട്ടോ. ഓൾവേസ് ഇങ്ങനെ വിളക്ക് കത്തിച്ച് കാരണന്മാർക്ക് വെച്ചിട്ടാട്ടോ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഉണ്ണികൾ ഇഴഞ്ഞു തുടങ്ങിയോണ്ട് തന്നെ കൊച്ചു അതിനെ പിടിക്കാൻ ചാടി വേഗം പോകുന്നുണ്ട്. കഴിച്ചില്ലേ പെടീണ? നീ എവിടേക്കോ ഓടണേ? ഇങ്ങോട്ട് വാ, കഴിക്കി. അടി 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 അടി. കഴിക്കി കഴിക്കുണ്ണി, കഴിക്കി.
കഴുകി 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 ഡാൻസ് കളിക്കാണോ നീ? കഴുകി കഴുകി നിനക്കുള്ളത് ഞാൻ കൊണ്ടുണ്ട് ഓടിക്കുന്നു. ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നാലെ എത്ര ഓടിയാലും അവനൊന്നും കഴിക്കില്ല. ഇന്നിപ്പോൾ പിറന്നാൾ ദിവസമായിട്ട് വരെ അവനൊന്നും കഴിച്ചിട്ടില്ല. ആകെ ഒരു ഉരുള ചോറ് ചേട്ടൻ കൊടുത്തപ്പോൾ കഴിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പായസം കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ നോക്കുകയാണ്. കാരണം ദോശ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണികളുടെ ഫുഡ് റുട്ടീനും അതേപോലെ തന്നെ അവരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിടുമെന്ന് എനിക്ക് കുറച്ച് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഹെൽത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ ഞാൻ ജാനുവരിയിൽ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അതും ജാനുവരി ലാസ്റ്റ് ആയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 1 മന്തായിട്ട് ഭയങ്കര ഒരു ഹെൽത്ത് ഇത്തിരി മോശമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തിരി ഡിലേ വന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അതിനു മുൻപ് ഇപ്പോൾ കുറച്ച് വീഡിയോസ് പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് വേഗം ഇട്ടിട്ട് പിന്നെ ഇനി ചെയ്യണ പുതിയ വീഡിയോസ് ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതപ്പോൾ December 28 ഉണ്ണിയുടെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ചെറിയ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. 28 ശരിക്കും നമ്മൾ ആഘോഷിച്ചത്. പക്ഷേ വലിയ ആഘോഷമൊന്നുമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായിട്ട് ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ്ങും പിന്നെ ചെറിയൊരു ലഞ്ചും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും മാത്രം. അപ്പോൾ കേക്ക് കട്ടേണ്ട സമയത്തിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിതിപ്പോൾ. അതെപ്പോഴും ലാസ്റ്റത്തേക്ക് വെച്ചതുപോലെ പണി കിട്ടി. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1 hour മുൻപാണ് ഈ ഡെക്കറേഷന് വേണ്ടി നിന്നത്. ആക്ച്വലി കുറച്ചും കൂടി നേരത്തെ നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടി റെഡി ആക്കാമായിരുന്നു. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെക്കണതൊന്നും ശരിയാവാണ്ട് അത് വന്ന് വിട്ട് പോരാ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ മോർണിംഗ് തൊട്ട് നിൽക്കുന്നതാണ്. ഉണ്ണികളെ കുളിപ്പിക്കലും കാര്യങ്ങളും എല്ലാതുമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണി സമയത്താണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുറമേദനയായി, ഒന്നിനും പറ്റാത്ത പോലെ, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി എന്നായിരുന്നു. പ്ലസ് ഉണ്ണിക്ക് എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഭയങ്കര വാശി, നല്ല വാശി. വേറെ ഒരിടത്തേക്കും പോണില്ല, എൻ്റെ കൂടെ തന്നെ. Happy birthday, happy birthday to you. Happy birthday to you. പോയി വായലൊക്കെ കൂടിയിട്ട് അതിനെ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്തു. നിന്നെ റിജക്ട് ചെയ്തു. അവന്റെ എടുക്കണില്ല. ഇവിടെ നോക്ക്. വെരി ഗുഡ് വെരി ഗുഡ്. ഒരു ഫോട്ടോയിൽ പോലും നിൽക്കാണ്ട് അവൻ പോയി ചെയ്യേണ്ടതാണ് കാണുന്നത്. അവൻ അതാണ് തിടുക്കം. അതായത് വേഗം പോയി അതൊക്കെ അടിച്ചു വാരി മാറ്റാന്നുള്ളത്. അങ്ങനെ പിന്നെ അതിഗംഭീരമായ ഫോട്ടോ എടുക്കലും കേക്ക് കട്ടിങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് അന്നത്തെ ദിവസം പുറത്തുനിന്നാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ നമ്മൾ വെജും, ചേട്ടൻ അമ്പലത്തിൽ പോകുന്നുണ്ട് വെജും പിന്നെ ബാക്കിയുള്ളവർക്ക് നോൺ വെജും അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയത്. മോൾക്ക് വയ്യായിരുന്നു, ആമിക്ക് അന്നത്തെ ദിവസം പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. കൊച്ചു പിന്നെ ആൾ ഉഷാറായിരുന്നു. ആമിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ പെട്ടെന്നൊരു പനി പോലെ വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് 2 ദിവസം മുൻപ് കൊച്ചുവിന് വന്നിരുന്നു. അവന് മാറിപ്പോയിട്ട് പിന്നെ പെട്ടെന്ന് ആമിക്ക് വന്നു. എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഫുള്ള് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ വട്ടത്തെ ക്രിസ്മസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ സമയത്ത് ക്യാപ്പ് വാങ്ങി വെച്ചിരുന്നു ഉണ്ണികൾക്ക് വെച്ച് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനെ പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നന്ദുവിനെ വിളിച്ചിരുത്തി ഉണ്ണിക്ക് ക്യാപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു.
പിന്നെ ഒരു സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന നല്ല നല്ല വലിയ ആൾക്കാരൊക്കെ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആമീനെ കൊണ്ടുപോയിരുന്നില്ല വയ്യാത്തതുകൊണ്ട് തന്നെ. പിന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചൂനെയും ഉണ്ണിനെയും കൊണ്ടാണ് കൊച്ചൂനെ ഫുള്ള് മൂടിയെടുത്തു കേട്ടോ. ഫുള്ള് ടർക്കിയൊക്കെ വെച്ച് മൂടിയെടുത്തു. കാരണം മഞ്ഞുകൊണ്ട് പുറത്താണല്ലോ നമ്മളിരിക്കുക. അങ്ങനെ അവന് സാധാരണ വാശി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു 1 അവർക്ക് ഇരിക്കാൻ പറ്റി, കാണാനും പറ്റി. അങ്ങനെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. വരുമ്പോൾ കുറുക്കും പാലൊക്കെ കൊടുത്തിട്ടാണ് കൊച്ചുവിനെ കൊണ്ടുവന്നത്. വാശി മുഴുവൻ ഉണ്ണിക്കായിരുന്നു. കൊച്ചു പിന്നെ വാശി പിടിച്ചാലും എടുക്കാൻ പിന്നെ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണി വെച്ചിട്ടുണ്ടെങ്കിൽ വാശി പിടിച്ചാലും വേറെ ആരുടെ അടുത്തേക്കും പോയില്ല, എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കാണാൻ പറ്റി. ഒരു 9 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. ഉണ്ണിയുടെ 2nd ബർത്ത്ഡേയും പിറന്നാളും കൂടി ഒരുമിച്ചുള്ളൊരു വ്ളോഗായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ ഉടനെ വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.